നമസ്കാരം. നാട്ടുവാർത്ത വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തുള്ളിനന കൃഷിരീതി വിജയകരമാക്കി തൃക്കരിപ്പൂരിലെ വിനയരാജ്. 100 മേനി വിളയുന്നത് വിവിധ പച്ചക്കറികൾ. സ്കൂൾ നവീകരണത്തിന് ഫണ്ട് കണ്ടെത്താൻ ഭക്ഷ്യമേളയുമായി അരീക്കോട്ടെ വിദ്യാർത്ഥികൾ. കൂട്ടായ്മയുടെ കൈപുണ്യം എന്ന പേരിൽ ഫെസ്റ്റ്. നിലമ്പൂർ നിവാസികളുടെ ഉറക്കം കെടുത്തി വന്യജീവികൾ. കാട്ടാനകൾക്ക് പുറമെ കാട്ടുപോത്തും ജനവാസ മേഖലയിൽ. കൃഷി ചെയ്യാനാകാതെ കർഷകർ. പാലക്കാട് കൊപ്പം വണ്ടുംതറയിൽ യാത്രാ ദുരിതം. പുലാമന്തോൾ പാലം അടച്ചത് പ്രതിസന്ധി രൂക്ഷമാക്കി. വീതി കുറഞ്ഞ റോഡിൽ വലിയ വാഹനങ്ങൾ കുടുങ്ങുന്നതും പതിവ്. വിശദമായി നോക്കാം. പാലക്കാട് കൊപ്പം നാട്യമംഗലം വണ്ടുംതറ പാതയിലൂടെയുള്ള യാത്രാ ദുരിതം രൂക്ഷമായി. അറ്റകുറ്റപ്പണികൾക്കായി പുലാമന്തോൾ പാലം അടച്ചതോടെയാണ് ബദൽ മാർഗമായി നാട്യമംഗലം വണ്ടുംതറ പാതയിലൂടെ വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നത്. വീതി കുറഞ്ഞ റോഡിൽ വലിയ വാഹനങ്ങൾ കുടുങ്ങുന്നതിനാൽ വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായി പുലാമന്തോൾ പാലം അടച്ചതോടെയാണ് ബദൽ മാർഗമായി നിർദ്ദേശിച്ച നാട്യമംഗലം വണ്ടുതുറ പാതയിലൂടെയുള്ള യാത്ര ജനങ്ങൾക്ക് ദുരിതമാകുന്നത്. പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പുലാമന്തോൾ പാലം ബുധനാഴ്ച മുതൽ 1 മാസത്തേക്കാണ് അടച്ചത്. ഇതോടെ വാഹനങ്ങൾ വണ്ടുതുറ നാട്യമംഗലം വഴി കൊപ്പത്തേക്ക് വഴിതിരിച്ചുവിട്ടു. ഇടുങ്ങിയ റോഡിലൂടെ വലിയ വാഹനങ്ങളടക്കം കടന്നു പോകുന്നത് വലിയ ഗതാഗതക്കുരുക്കിന് കാരണമായി. പലപ്പോഴും പാതയിലുണ്ടായ ഗതാഗതക്കുരുക്ക് മണിക്കൂറുകളോളം നീണ്ടുനിന്നു. പെരിന്തൽമണ്ണ ഭാഗത്തു നിന്നും പട്ടാമ്പി ഭാഗത്തേക്ക് കണ്ടെയ്നർ ലോറികൾ അടക്കമുള്ള വലിയ ചരക്ക് ലോറികൾ രാത്രിയിൽ വന്നു തുടങ്ങുന്നതോടെയാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നത്. കണ്ടെയ്നർ ലോറി പോകുന്നുണ്ട്, പിന്നെ അതിലൊരു വലിയ ഈ ഫിഷ് കയറ്റി വരുന്ന മീൻ വണ്ടികൾ പോകുന്നുണ്ട്, കല്ലുവണ്ടികൾ പോകുന്നുണ്ട്, ട്രഷറിൻ്റെ വലിയ വണ്ടികൾ പോകുന്നുണ്ട്. ഇതൊന്നും താങ്ങാവുന്ന റോഡല്ല. ഈ ബ്ലോക്ക് ഇപ്പോൾ ഇവിടെ എന്നാ വന്നാൽ 2 ദിവസം ബ്ലോക്ക് 2 ദിവസം മുമ്പ് ഇവിടുന്ന് അടുത്ത സെൻറ്ററിൽ വളരെയധികം ബ്ലോക്ക് വന്നിരുന്നു. അതൊന്നും താങ്ങാവുന്ന ഒരവസ്ഥയല്ല ഇപ്പോൾ അവിടെ ഉള്ളത്. എല്ലാവരും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുക. സ്കൂൾ കുട്ടികളും കാര്യമായിട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. വീതി കുറഞ്ഞ റോഡിലൂടെയുള്ള വലിയ വാഹനങ്ങളുടെ സഞ്ചാരം കാൽനടയാത്രക്കാർക്ക് ഭീഷണിയാകുന്നുണ്ട്. ഇടുങ്ങിയ പാതയിലൂടെ വാഹനങ്ങൾ അമിത വേഗതയിൽ കടന്നു പോകുന്നതായും നാട്ടുകാർ പറയുന്നു. പ്രശ്നത്തിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടിയുണ്ടാകണമെന്നാണ് ആവശ്യം. പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും ഇടപെടലും വേണം. വലിയ ചരക്ക് വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ബദൽ മാർഗങ്ങൾ കണ്ടെത്തുകയോ വഴിതിരിച്ചുവിടുകയോ ചെയ്യണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട്. ന്യൂസ് 18 പട്ടാമ്പി. കാർഷിക കേരളം. ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് വിജയകരമാക്കി കാസർഗോഡ് തൃക്കരിപ്പൂരിലെ വിനയരാജ്. തിരക്കിട്ട ജോലിക്കിടയിലാണ് വീട്ടുപറമ്പിൽ നൂതന കൃഷിരീതി നടപ്പാക്കിയത്. ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് അഥവാ തുള്ളിനന കൃഷിയെന്ന നൂതന രീതിക്ക് ചിലവൽപ്പം കൂടുമെങ്കിലും കൃഷിയിടത്തിൽ നിന്ന് കളകൾ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് പച്ചക്കറി കൃഷി വിജയകരമാക്കിയതിന്റെ സന്തോഷത്തിലാണ് തൃക്കരിപ്പൂർ വടക്കേക്കൊവ്വലിലെ യുവ എഞ്ചിനീയറായ വിനയരാജ്. മുൻകൂട്ടി തയ്യാറാക്കിയ സ്കെച്ച് പ്രകാരം ജൈവവളങ്ങൾ, കുമ്മായം, മറ്റ് സൂക്ഷ്മ മൂലകങ്ങൾ എന്നിവ ചേർത്ത് തറകളുണ്ടാക്കി മൈക്രോ ട്യൂബുകൾ സ്ഥാപിച്ചാണ് തുള്ളിനന കൃഷി നടപ്പാക്കുന്നത്. ഇതിലൂടെ ഹ്രസ്വകാല പച്ചക്കറി കൃഷിയിൽ മികച്ച വിളവുണ്ടാക്കാൻ സാധിക്കുന്നുവെന്ന് വിനയരാജ് പറയുന്നു. 400-450 ചെടികൾ ഇപ്പോൾ ഇവിടെയുണ്ട്. പക്ഷെ അത് എനിക്ക് വെള്ളം നനയ്ക്കാൻ വേണ്ടി മിനിമം ഒരു 2-3 മിനിറ്റ് മതി. ഇല്ലെങ്കിൽ നോർമലി നമ്മൾ പൈപ്പോ ഹോസ് പൈപ്പ് വെച്ചൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 6 മണിക്കൂർ മിനിമം എടുക്കുന്ന കാര്യം 2 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഈ മൾച്ചിങ് ഷീറ്റൊക്കെ വെച്ചിട്ടുള്ള ഒരു കൃഷി രീതിയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. മൾച്ചിങ് ഷീറ്റ് വിരിച്ച് അതിലുണ്ടാക്കുന്ന ദ്വാരങ്ങളിലേക്കാണ് തൈകൾ നടുന്നത്. പയർ, പാവയ്ക്ക, വെണ്ട, വഴുതന, കോവയ്ക്ക, ചതുരപ്പയർ തുടങ്ങിയവ വിളവെടുത്ത് തുടങ്ങി. റിട്ടയർഡ് ഫാം സൂപ്രണ്ട് സുരേന്ദ്രനാണ് ഇതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നത്. വീട്ടുപറമ്പുകളിൽ നടപ്പാക്കാൻ കഴിയുന്ന ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗിനായി കൃഷിവകുപ്പും സാമ്പത്തിക സഹായം നൽകുന്നുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. ഇടുക്കിയുടെ അതിർത്തി ഗ്രാമങ്ങളും തോട്ടം മേഖലയും പൊങ്കൽ ആഘോഷ നിറവിലാണ്. തമിഴ് വംശജർ കൂടുതലായി താമസിക്കുന്ന പ്രദേശങ്ങളിലാണ് പൊങ്കൽ ആഘോഷം നടക്കുന്നത്.
കമ്പംമെട്ട്, ഉടുമ്പുംചോല, പാറത്തോട്, ഏലപ്പാറ, പാമ്പനാർ, വണ്ടിപ്പെരിയാർ, മൂന്നാർ, മറയൂർ, പൂപ്പാറ, ശന്തൻപാറ മേഖലകളിലാണ് പൊങ്കൽ ആഘോഷം നടക്കുന്നത്. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ആചാരമായ പൊങ്കലിന് 4 ദിവസങ്ങളായാണ് ആഘോഷം. ഓരോ ദിവസവും വ്യത്യസ്ത ചടങ്ങുകളും വിശ്വാസ രീതികളുമാണുള്ളത്. ഇത്തവണ പൊങ്കൽ ആഘോഷമാക്കുകയാണ് ഊരുകൂട്ടങ്ങൾ. ഈ 2-3 വർഷമായിട്ട് കൊറോണ അങ്ങനെ ഉണ്ടായിരുന്നുകൊണ്ട് ഈ വർഷം വലിയ രീതിയിൽ ആഘോഷിക്കാൻ അതിർത്തി തമിഴ് ഗ്രാമങ്ങളിലേക്ക് വലിയ ആവേശത്തോടുകൂടി തന്നെ ഈ പൊങ്കൽ ആഘോഷിക്കാൻ ഇവിടെ തീരുമാനിച്ചിരിക്കുന്നു. വീടുകൾ വൃത്തിയാക്കി അലങ്കരിച്ചും പ്രധാന വാതിലിൽ കാപ്പുകെട്ടി കോലങ്ങൾ വരച്ചുമാണ് പൊങ്കൽ ആഘോഷിക്കുന്നത്. ഇത്തവണ അതിർത്തി മേഖലയിലെ പൊങ്കൽ വിപണിയും സജീവമാണ്. കരിമ്പും കാപ്പും ഉൾപ്പെടെയുള്ളവ നേരത്തെ തന്നെ വിപണിയിൽ എത്തിയിരുന്നു. தமிழர்களுக்கு காப்பு கட்டு தான் ஒரு பிரதானப்பட்ட இது. இந்த காப்பு கட்டு கட்டினா எங்கள் எல்லோரும் நல்ல ஒரு திருவிழாவை நல்லா ஆகோஷமாக கொண்டாடுவோம். எங்களுக்கு தைப்பொங்கல்னா அந்த காப்பு கட்டு தான் மெயின். காப்பு கட்டும் கரும்பும் அதை முன்னிட்டு தான் எங்கள் தமிழர் வசிக்கக்கூடிய ஏரியாவில் இந்த மாதிரி எங்களுக்கு இங்கே ஸ்பாட்லேயே கிடைக்கிறதுனால ரொம்ப சந்தோஷப்பட்டு மகிழ்ச்சி அடைகிறோம். தை திருநாள் நல்லா கொண்டாடுறதுக்காக. ന്യൂസ് 18 ഇടുക്കി. കാടിറങ്ങുന്ന വന്യത. കടുവയ്ക്കും കാട്ടാനകൾക്കും പുറമെ കാട്ടുപോത്തും നിലമ്പൂർ നിവാസികളുടെ ഉറക്കം കെടുത്തുകയാണ്. വടപ്പുറത്താണ് പട്ടാപ്പകൽ കാട്ടുപോത്തിറങ്ങിയത്. ജനവാസ മേഖലയോട് ചേർന്ന കൃഷിയിടങ്ങളിൽ വന്യജീവികൾ എത്തുന്നതിൽ നാട്ടുകാർ ഭീതിയിലാണ്. നിലമ്പൂർ മഞ്ചേരി പാതയും നിലമ്പൂർ വണ്ടൂർ പാതയും ചേരുന്ന വടപ്പുറത്തങ്ങാടിയിലാണ് വന്യമൃഗങ്ങൾ വിഹരിക്കുന്നത്. തിരക്കേറിയ പാതയാണിത്. കഴിഞ്ഞ ദിവസം മേഖലയിലെത്തിയ കാട്ടുപോത്ത് അങ്ങാടിക്കടുത്ത് പലയിടങ്ങളിലും നിലയുറപ്പിച്ചു. കാടുകയറ്റാനിറങ്ങിയ വനപാലകരെയും സന്നദ്ധ സേവകരെയും നാട്ടുകാരെയും 2 മണിക്കൂറോളം വട്ടം കറക്കി. എടക്കാട് വനമേഖലയിൽ നിന്ന് ചാലിയാർ കടന്നാണ് ഇവ എത്താറുള്ളത്. തോട്ടമേഖലയും ആശുപത്രിയും അംഗനവാടിയുമൊക്കെ ഇവിടെയുണ്ട്. വന്യജീവികൾ പകൽ സമയത്ത് പോലും തമ്പടിക്കുന്നതിൽ നാട്ടുകാർക്ക് ആശങ്കയുണ്ട്. കർഷകർക്ക് കൃഷിയിടങ്ങളിലേക്ക് എത്താനും പ്രയാസമാണ്. ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷമാണ് എടക്കാട് വനമേഖലയിലേക്ക് കാട്ടുപോത്തിനെ തുരത്താനായത്. ന്യൂസ് 18 നിലമ്പൂർ. ന്യൂസ് 18 വേണ്ടി യു പ്രതിഭ. സ്കൂളിന്റെ നവീകരണത്തിന് ഫണ്ട് കണ്ടെത്താൻ ഭക്ഷ്യമേള നടത്തി മലപ്പുറം അരീക്കോട് സുല്ലാം മുസലാം ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ. കൂട്ടായ്മയുടെ കൈപുണ്യം എന്ന പേരിൽ അരീക്കോട് പഞ്ചായത്ത് സ്റ്റേഡിയത്തിലാണ് ഭക്ഷ്യമേള സംഘടിപ്പിച്ചത്. സ്കൂൾ നവീകരണത്തിന് ഫണ്ട് ലഭ്യമാക്കാൻ കുട്ടികൾ കണ്ടെത്തിയ വഴി വേറിട്ടതായിരുന്നു. ഇത് 2ാം തവണയാണ് സുല്ലം മുസ്ലിം സ്കൂളിലെ കുട്ടികൾ ഭക്ഷ്യമേള സംഘടിപ്പിക്കുന്നത്. 2018 ഡിസംബറിൽ നടന്ന ഭക്ഷ്യമേളയുടെ 1ാം പതിപ്പിൽ സമാഹരിച്ച പണം കൊണ്ട് 7 കുട്ടികൾക്കാണ് വീട് നിർമ്മിച്ചു നൽകിയത്. സ്കൂളിനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന പ്രൗഢം സ്കൂൾ നവീകരണ പദ്ധതിയിലേക്കുള്ള ധനസമാഹരണമാണ് ഇത്തവണ ഭക്ഷ്യമേളയിലൂടെ ലക്ഷ്യമിടുന്നത്. മേളയിൽ സ്റ്റാളുകൾ ഒരുക്കിയത് സ്കൂളിലെ 50 ക്ലാസുകളാണ്. ഇവയ്ക്ക് പുറമെ പൂർവ്വ വിദ്യാർത്ഥികൾ, അധ്യാപകർ, പൂർവാധ്യാപക, അനധ്യാപകർ, സ്കൂൾ സ്റ്റാഫ് തുടങ്ങിയവരും സ്റ്റാളുകൾ ഒരുക്കിയിരുന്നു. 5 വർഷങ്ങൾക്ക് മുന്നേ കൂട്ടായ്മയുടെ കൈപുണ്യം സീസൺ 1 എന്ന പേരിൽ ഇതുപോലെ ഞങ്ങളൊരു ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിക്കുകയും അതിൽ നിന്ന് കിട്ടിയ വരുമാനം, അതിൽ നിന്ന് കിട്ടിയ ലാഭത്തുക ഞങ്ങളുടെ സ്കൂളിലെ തന്നെ 7ഓളം വിദ്യാർത്ഥികൾക്ക് സഹപാഠിക്കൊരു വീട് എന്ന പേരിൽ വീടുണ്ടാക്കി കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നടത്തിയ ഫുഡ് ഫെസ്റ്റിൽ നമ്മൾ 25,000 ആൾക്കാർ വന്നിരുന്നു. ഈ പ്രാവശ്യം അതിലും കൂടുതൽ ആൾക്കാർ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചിക്കനിലായാലും ഫിഷിലായാലും ഇപ്പോൾ ക്രാബ്, പിന്നെ ഒട്ടകയിറച്ചി, അങ്ങനെ പല തരത്തിൽ വെറൈറ്റീസ് ഓഫ് ഫുഡാണ് ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പല നാട്ടിൽ നിന്നും ആൾക്കാർ ഇപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും ഇവിടെ വീട്ടിൽ നിന്ന് പല ടൈപ്പ് ഫുഡുകളാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ 55 സ്റ്റാളുകൾ ഉണ്ടായിട്ട് നമുക്ക് പല ടൈപ്പ് ഫുഡുകൾ ഇവിടെ ലഭ്യമാണ്. ഈ ഓരോ ഫുഡുകൾ കഴിക്കാനും ഒരു ജനപ്രവാഹം തന്നെയാണ് നമ്മൾ ഈ ഒരു സ്റ്റാളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. വീടുകളിൽ നിന്നും ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന ഭക്ഷ്യവിഭവങ്ങൾക്ക് പുറമെ ലൈവ് കൗണ്ടറുകളും സജീവമായിരുന്നു. പുതുമയാർന്ന സ്റ്റാർട്ടറുകളിൽ തുടങ്ങി വ്യത്യസ്ത ഇനം ജ്യൂസുകൾ, ബിരിയാണികൾ, സ്നാക്സ്, ബ്രെഡ് ഐറ്റംസ്, ചിക്കൻ വിഭവങ്ങൾ, സീ ഫുഡ്, ഡെസേർട്സ്, കേക്ക്, നാടൻ വിഭവങ്ങൾ തുടങ്ങി വൈവിധ്യമാർന്ന നിരവധി വിഭവങ്ങൾ ഉണ്ടായിരുന്നു.
കുടുംബസമേതം 20,000-ത്തിലധികം ആളുകളാണ് ഭക്ഷ്യമേളയിലേക്ക് എത്തിയത്. ട്രോമ കെയർ വോളണ്ടിയർമാരാണ് ട്രാഫിക് നിയന്ത്രണം ഏറ്റെടുത്തത്. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംരംഭമായ കോഴിക്കോട് മലബാർ മസാല ഗ്രൂപ്പിന്റെ സഹകരണത്തോടെയാണ് മേള സംഘടിപ്പിച്ചത്. ന്യൂസ് 18 മലപ്പുറം. KSTA പാലക്കാട് ജില്ലാ അധ്യാപക കലോത്സവം സംഘടിപ്പിച്ചു. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന കലോത്സവം സംവിധായകൻ ഫാസിൽ റസാഖ് ഉദ്ഘാടനം ചെയ്തു. അരങ്ങുണർത്തലോടെ പരിപാടികൾക്ക് തുടക്കമായി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ തയ്യാറാക്കിയ അബ്ദുൾ സമദ് മാസ്റ്റർ, IFFK-യിൽ പുരസ്കാരം നേടിയ തടവ് സിനിമയിലെ പ്രധാന കഥാപാത്രമായ ബീന ടീച്ചർ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. കോഴിക്കോട് മുക്കം അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി മുക്കം മണാശ്ശേരിയിൽ ആരംഭിച്ച പുതിയ ബ്രാഞ്ചും വളം ഡിപ്പോയും പ്രവർത്തനം തുടങ്ങി. പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം K മുരളീധരൻ MPയും വളം ഡിപ്പോയുടെ ഉദ്ഘാടനം സംസ്ഥാന അഗ്രോ ഇൻഡസ്ട്രിയൽ ചെയർമാൻ V കുഞ്ഞാലിയും നിർവഹിച്ചു. പുതുതായി നിർമ്മിച്ച ശാഖയിലെ കമ്പ്യൂട്ടറുകളുടെ ഉദ്ഘാടനം ലിൻഡോ ജോസഫ് MLA നിർവഹിച്ചു. ചടങ്ങിൽ കാർഷിക രംഗത്ത് മികവ് തെളിയിച്ചവരെയും പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു. കോഴിക്കോട് മുക്കം മുരിങ്ങംപാറയിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ കഴിഞ്ഞൊരു ദിവസത്തെ സർവീസിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ക്യാൻസർ ബാധിതനായ സഫ്വാൻ എന്ന യുവാവിന്റെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി ധനശേഖരണമായിരുന്നു ഇവരുടെ ലക്ഷ്യം. കാരശ്ശേരി പൂവഞ്ചേരിയിലെ 27-കാരനായ സഫ്വാന് ജീവിതത്തിലേക്ക് മടങ്ങണം. ക്യാൻസർ രോഗബാധിതനായ സഫ്വാൻ മജ്ജ മാറ്റിവെക്കലിന് സഹായം തേടുകയാണ്. ഇതിനായി കണ്ടെത്തേണ്ടത് 60 ലക്ഷം രൂപയാണ്. സഫ്വാന്റെ കുടുംബത്തിന് ഇത്ര വലിയ തുക കണ്ടെത്തുക അസാധ്യമാണ്. ഇതിനായി നാട് കൈകോർക്കുകയാണ്. നാട്ടുകാർ സഫ്വാൻ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി മുരിങ്ങമ്പുറയിലെ ഓട്ടോ സ്റ്റാൻഡിന് സമീപം ഓഫീസ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചപ്പോഴാണ് ഓട്ടോ തൊഴിലാളികളും തങ്ങൾക്കാവും വിധം സഹകരിക്കാനും ഒരു ദിവസത്തെ കളക്ഷൻ സഫ്വാൻ ചികിത്സാ ഫണ്ടിലേക്ക് സ്വരൂപിച്ച് നൽകാനും തീരുമാനിച്ചത്. 32ഓളം ഓട്ടോ തൊഴിലാളികളാണ് ഈ നല്ല കാര്യത്തിനായി ഒന്നിച്ചത്. തൊഴിലാളികൾക്കൊപ്പം യാത്രക്കാരും സഹകരിച്ചു. യാത്രക്കാരെ ലക്ഷ്യസ്ഥാനത്തെത്തിച്ചാൽ കണക്കു പറഞ്ഞ് കാശു വാങ്ങില്ല. യാത്രക്കാർ അവർക്കിഷ്ടമുള്ള തുക അതെത്രയായാലും ഓട്ടോയിൽ സ്ഥാപിച്ച നിക്ഷേപ പാത്രത്തിൽ നിക്ഷേപിച്ചാൽ മതിയായിരുന്നു. ഇന്ന് നമ്മൾ ഓട്ടോക്കൂലി വാങ്ങുന്നില്ല. ഇന്ന് നമ്മൾ സഫ്വാൻ്റെ ചികിത്സാ സഹായമായിട്ടുള്ള ഞങ്ങൾ എല്ലാ വണ്ടിക്കാരും സേവനമായിട്ട് ചികിത്സക്ക് വേണ്ടിയിട്ട് ഓടുന്ന ദിവസമാണ്. എത്രയായാലും നമ്മളെ കയ്യിൽ നിന്ന് പരമാവധി സഹായ ഫണ്ട് ഒരു ദിവസത്തെ ഞങ്ങളുടെ കളക്ഷൻ അത് ഈ ഫണ്ടിലേക്ക് ഞങ്ങൾ ഓടിയിട്ട് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇവിടെ ഒരു 30-32 വണ്ടികൾ ഓടുന്നുണ്ട്. അവരെല്ലാവരും കൂടി ഈ കളക്ഷൻ ഒരു രൂപീകരിച്ചിട്ട് അവർക്ക് കൊടുക്കുന്ന രീതിയിലാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. സംയുക്ത തൊഴിലാളി യൂണിയൻ ചെയർമാൻ AK രവി, കൺവീനർ ഷാഹുൽ ഹമീദ് AC എന്നിവരുടെ സാന്നിധ്യത്തിൽ കാരശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജംഷീദ് ഒളകര ഓട്ടോ തൊഴിലാളികളുടെ സന്നദ്ധ പ്രവർത്തനം ഫ്ളാഗ് ഓഫ് ചെയ്തു. ന്യൂസ് 18 മുക്കം. ഇടുക്കിയിൽ നിന്നും ഡീൻ കുര്യാക്കോസ് MP ന്യൂസ് 18 വേണ്ടി. ക്യാൻവാസുകളിൽ വർണ്ണങ്ങൾ നിറച്ചു നടന്ന ചിത്രമെഴുത്ത് വേറിട്ട കാഴ്ചയായി. പുരോഗമന കലാസാഹിത്യ സംഘം പാലക്കാട് പെരുമുടിയൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ചിത്രമെഴുത്തിലെ കേരള പെരുമ എന്ന പേരിൽ ചർച്ചാ ക്ലാസ് സംഘടിപ്പിച്ചത്. പുരോഗമന കലാസാഹിത്യ സംഘം പട്ടാമ്പി മേഖലാ കമ്മിറ്റി വിവിധ യൂണിറ്റുകളിലായി സംഘടിപ്പിച്ച സംവാദ സദസ്സുകളുടെ ഭാഗമായാണ് ചിത്രമെഴുത്തും ചർച്ചാ ക്ലാസും നടത്തിയത്. പെരുമുടിയൂർ ശില്പജനകീയ വായനശാലയുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. കുട്ടികളും മുതിർന്നവരുമടക്കം നിരവധി പേർ ചിത്രമെഴുത്തിൽ പങ്കെടുത്തു. പ്രമുഖ ചിത്രകാരൻ അബൂ പട്ടാമ്പി ക്യാൻവാസിൽ ചിത്രം വരച്ച് ഉദ്ഘാടനം ചെയ്തു. ആർട്ടിസ്റ്റ് ദേവൻ, ടി മുരളി, ഡിസ്നി വേണു, നിബിൻ CK, മീഡിയ രാജൻ, അഷ്റഫ് C, ജ്യോതി അമ്പാട്ട് എന്നിവരുടെ കരവിരുതിൽ തീർത്ത ക്യാൻവാസുകൾ കൗതുകമായി. ന്യൂസ് 18 പട്ടാമ്പി. കോഴിക്കോട് മുക്കം തിരുഹൃദയ ദേവാലയത്തിൽ ഈശോയുടെ പരിശുദ്ധ
ഹൃദയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി പ്രത്യേകം പ്രാർത്ഥനകൾ, മുക്കമങ്ങാടിയിലൂടെ പ്രദക്ഷിണം എന്നിവ നടന്നു. UK ബെറി മലയാളി അസോസിയേഷന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷം സംഘടിപ്പിച്ചു. BMAയുടെ മുൻ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും മറ്റ് ഭാരവാഹികളെയും ചടങ്ങിൽ ആദരിച്ചു. ചടങ്ങ് ജോബിൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ജിതിൻ ജെ വർഗീസ് അധ്യക്ഷനായി. മാഞ്ചസ്റ്ററിലെ ബെറി മലയാളി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പെൻഷൻ പരിഷ്കരണ റിപ്പോർട്ട് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട വാട്ടർ അതോറിറ്റി പെൻഷനേഴ്സ് അസോസിയേഷന്റെ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം തുടരുന്നു. കഴിഞ്ഞ ദിവസത്തെ സമരം NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിന്റെ കുടിവെള്ള പദ്ധതികളുടെ ക്വാളിറ്റിയും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. സർക്കാർ മേഖലയിൽ പെൻഷൻ പരിഷ്കരണം നടപ്പാക്കി 1 വർഷം കഴിഞ്ഞിട്ടും വാട്ടർ അതോറിറ്റി പെൻഷനേഴ്സിനെ മാറ്റി നിർത്തുന്നതിൽ പ്രതിഷേധിച്ചാണ് നവംബർ 6 മുതൽ വാട്ടർ അതോറിറ്റിയിലെ വിരമിച്ച ജീവനക്കാർ സമരത്തിലായത്. തിരുവനന്തപുരം വാട്ടർ അതോറിറ്റി കാര്യാലയത്തിന് മുന്നിലെ സമരത്തിൽ CMP ജനറൽ സെക്രട്ടറി CP ജോൺ സംസാരിച്ചു. മെച്ചപ്പെട്ടാൽ മാത്രമേ നടപ്പാക്കാൻ കഴിയൂ എന്ന നിലപാടിലേക്ക് ഗവൺമെന്റ് എത്തിച്ചേർന്നതിന്റെ പിന്നിലെ ചേതോവികാരം അതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സർക്കാർ ജീവനക്കാർ തന്നെയാണ് കേരള വാട്ടർ അതോറിറ്റി ജീവനക്കാർ എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാസർഗോഡ് പിലിക്കോട് കരപ്പാത്ത് ആത്മീയ സമിതി ഏർപ്പെടുത്തിയ പ്രഥമ ആത്മപ്രഭ പുരസ്കാരം തെയ്യം കലാകാരൻ തെക്കുകര ബാബു കർണമൂർത്തിക്ക് സമ്മാനിച്ചു. കണ്ണൂർ സർവകലാശാല മുൻ പരീക്ഷാ കൺട്രോളർ പ്രൊഫസർ KP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. തെയ്യം കലാകാരൻ തെക്കുംകര ബാബു കർണമൂർത്തിക്ക് താഴക്കാട്ടുമന ശ്രീധരൻകുട്ടി തിരുമുമ്പ് പുരസ്കാരം സമ്മാനിച്ചു. 10,010 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ദേവക്കൂത്ത് അവതരണത്തിലൂടെ ശ്രദ്ധേയനായ തെയ്യം കലാധാരി AV അംബുജാക്ഷിയെ പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രം മേധാവി T വനജയും പുരസ്കാര ജേതാവിനുള്ള ശില്പം രൂപകൽപ്പന ചെയ്ത രവി പിലിക്കോടിനെ P കൃഷ്ണൻ നമ്പൂതിരിയും ആദരിച്ചു. കാസർഗോഡ് ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പാലിയേറ്റീവ് സംഗമം ശ്രദ്ധേയമായി. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം, പാലിയേറ്റീവ് ജനകീയ സമിതി എന്നിവ സംയുക്തമായാണ് സ്നേഹക്കൂട് എന്ന പേരിൽ പഞ്ചായത്ത് തല സംഗമം ഒരുക്കിയത്. നാടൻ പാട്ടും സിനിമാ ഗാനങ്ങളും എല്ലാം മാറി മാറി പാടി നടൻ കുഞ്ഞികൃഷ്ണൻ മാഷ് ഏറ്റുപാടി കാണികൾ. ഉദ്ഘാടകനായി എത്തിയ PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ അല്പനേരം പരിപാടിയുടെ അവതാരകനുമായി മാറി. നർമ്മസംഭാഷണവും അനുകരണ കലയുമായി മുഖ്യ അതിഥിയായ ഉണ്ണിരാജ് ചെറുവത്തൂർ. പിന്നെ എന്നെ പോലത്തെ നടനുണ്ട് മാളാരവിന്ദൻ, അത് ചെയ്തേക്കാം. ഇപ്പഴും കേട്ടോ കൊച്ചു കൊച്ചു കളികൾക്കൊപ്പം നർമ്മവും പ്രചോദനവും പകർന്ന് അധ്യാപകനും അവതാരകനുമായ വിനയൻ പിലിക്കോട്. വേദനകളും സങ്കടങ്ങളും മറന്ന് ചെറുവത്തൂർ പഞ്ചായത്ത് പാലിയേറ്റീവ് സംഗമം ആവേശമായി. ഒരുപാട് പറയുമ്പോ ഒന്നാണീ ലോകം സുന്ദര ലോകം. കാടങ്കോട് ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് സംഗമത്തിന് വേദിയായത്. കിടപ്പ് രോഗികൾ ഉൾപ്പെടെ 220 പേർ എത്തി. ജനപ്രതിനിധികളും ആരോഗ്യ പ്രവർത്തകരും വളണ്ടിയർമാരും ഒക്കെ ചേർന്ന് രസകരമായ മുഹൂർത്തങ്ങൾ ഒരുക്കി. സമൃദ്ധമായ ഭക്ഷണവും സമ്മാനവും ഒരുക്കിയിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള അധ്യക്ഷയായി.
സംഗമത്തിനെത്തിയവർ പാട്ടുകൾ പാടിയും കവിതകൾ ചൊല്ലിയും സംഗമത്തിന് പകിട്ടേകി. ന്യൂസ് 18 ചെറുവത്തൂർ. ന്യൂസ് 8 വേണ്ടി തൃശൂരിൽ നിന്നും VS സുനിൽകുമാർ, മുൻ കൃഷിമന്ത്രി. ഇടുക്കി എക്സൈസ് ഡിവിഷണൽ ഓഫീസ് ജില്ലാ ആസ്ഥാനത്തേക്ക് മാറ്റാനുള്ള തീരുമാനം നടപ്പായില്ല. ചില ഉദ്യോഗസ്ഥരുടെ വ്യക്തി താൽപര്യമാണ് തീരുമാനം നടപ്പാക്കാൻ വൈകുന്നതിന് പിന്നിലെന്നാണ് ആരോപണം. എല്ലാ വകുപ്പുകളുടെയും ജില്ലാതല ഓഫീസുകൾ ജില്ലാ ആസ്ഥാനത്ത് തന്നെ പ്രവർത്തിക്കണമെന്ന് 3 വർഷം മുൻപാണ് ജില്ലാ ഭരണകൂടം തീരുമാനമെടുത്തത്. എക്സൈസ് ഡിവിഷൻ ഓഫീസ് അടിയന്തരമായി കുയിലിമലയിലെ എക്സൈസ് ഓഫീസ് സമുച്ചയത്തിലേക്ക് മാറ്റണമെന്നും കളക്ടർ ഉത്തരവിട്ടിരുന്നു. തുടർന്നാണ് തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന എക്സൈസ് ഡിവിഷൻ ഓഫീസ് മാറ്റാൻ നീക്കം തുടങ്ങിയത്. എന്നാൽ തീരുമാനം നടപ്പാകാതെ ഇപ്പോഴും ഓഫീസ് തൊടുപുഴയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ജില്ലാ എക്സൈസ് ഓഫീസ് ജില്ലാ ആസ്ഥാനമായ പൈനാവിലേക്ക് മാറ്റണമെന്ന് ഉത്തരവിറക്കിയിട്ടുള്ളതാണ്. പക്ഷേ തൊടുപുഴയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചില ഉദ്യോഗസ്ഥ ലോബികൾ അത് തൊടുപുഴയിൽ നിന്ന് പൈനാവിലേക്ക് കൊണ്ടുവരുന്നതിന് എതിര് നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്നും ആ തീരുമാനം ജില്ലാ കളക്ടർ എടുത്ത തീരുമാനം ഇന്നും അനിശ്ചിതത്വത്തിലാണ്. എക്സൈസ് കമ്മീഷണർ ഇടപെട്ട് 26 ലക്ഷം രൂപ അനുവദിച്ച് ജില്ലാ ആസ്ഥാനത്തെ ഓഫീസ് സമുച്ചയം നവീകരിച്ചു. കോൺഫറൻസ് ഹാൾ, ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഓഫീസ്, മാനേജറുടെ മുറി, കമ്പ്യൂട്ടർ സ്ഥാപിക്കുന്നതിനുള്ള അനുബന്ധ സൗകര്യങ്ങൾ ഉൾപ്പെടെ ഒരുക്കി. എന്നാൽ ഈ ഫയൽ സംവിധാനം ഒരുക്കുന്നതിന് കാലതാമസം ഉണ്ടെന്നും ഇവിടെ ഓഫീസ് പ്രവർത്തിക്കുന്നതിന് അസൗകര്യമുണ്ടെന്നും ചൂണ്ടിക്കാട്ടി ചില ജീവനക്കാർ പരാതി ഉന്നയിച്ചു. ഇതോടെ ഓഫീസ് മാറ്റം അനിശ്ചിതാവസ്ഥയിലായി. കോൺഫറൻസ് ഹാളും തൊണ്ടി മുതൽ സൂക്ഷിക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടും എക്സൈസ് ഡിവിഷൻ ഓഫീസ് ജില്ലാ ആസ്ഥാനത്തേക്ക് മാറ്റാൻ കഴിയാത്തത് ചില ഉദ്യോഗസ്ഥ ലോബികളുടെ ഇടപെടലാണെന്ന ആരോപണമാണ് ഉയരുന്നത്. ന്യൂസ് 18 ഇടുക്കി. അന്താരാഷ്ട്ര പാലിയേറ്റീവ് ദിനത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ വിവിധ സാന്ത്വന പരിപാടികൾ നടത്തി. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, പെരുമുടിയൂർ ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ, NSS വളണ്ടിയർമാർ, പാലിയേറ്റീവ് സൊസൈറ്റി അംഗങ്ങളും പങ്കെടുത്തു. പട്ടാമ്പി പാലിയേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ദിനാചരണം മുഹമ്മദ് മൂസിൻ MLA ഉദ്ഘാടനം ചെയ്തു. സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട പട്ടാമ്പിയിലെ വലിയ ആത്മികമായ സഹായം അതിനാവശ്യമായ രൂപത്തിൽ ഗാന്ധിജിയുടെ വടകര സന്ദർശനത്തിന്റെ നവതി ആഘോഷിച്ചു. 1934 ജനുവരി 13 ഹരിജനോദ്ധാരണ ഫണ്ട് സ്വീകരിക്കാൻ വടകരയിൽ എത്തിയത്. 16 വയസ്സുകാരിയായ കൗമുദി എന്ന പെൺകുട്ടി തന്റെ ആഭരണങ്ങൾ ഗാന്ധിജിക്ക് നൽകിയത് ഈ സന്ദർശനത്തിലായിരുന്നു. ഈ റിപ്പോർട്ടോടുകൂടി നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം. ഹരിജനോദ്ധാരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ വടകര സന്ദർശനം ശ്രദ്ധേയമാണ്. വിദ്യാർത്ഥിയായ കൗമുദിയുടെയും ഇരിങ്ങൽ പാച്ചാക്കരയിലെ മാണിക്കമ്മയുടെയും പങ്കാളിത്തം കൊണ്ടാണ് ഏറെ പ്രസിദ്ധമായത്. വടകരയിലെത്തിയ ഗാന്ധിജിക്ക് കൗമുദി സ്വന്തം ആഭരണങ്ങൾ അഴിച്ചു നൽകുകയായിരുന്നു. ഗാന്ധിജിയുടെ വടകര സന്ദർശനത്തെ 1 വർഷം നീണ്ട പരിപാടിയിലൂടെ അനുസ്മരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി വിവിധ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. ആ ബാലിക ഗാന്ധിജിയുടെ വേദിയിലെത്തി തന്റെ ഒരു കൈയിലെ വളയൂരിക്കൊണ്ട് ഗാന്ധിജി കൊടുത്തു. അതിന് രണ്ടാമത്തെ കൈയിലെ വളയും ഊരിക്കൊണ്ട് ഗാന്ധിജി കൊടുക്കുന്നു. അത് രണ്ടും സമർപ്പിച്ച ശേഷം തൻ്റെ ഓട്ടോഗ്രാഫ് ഗാന്ധിജി കൊടുത്തുകൊണ്ട് ഞാൻ ഓട്ടോഗ്രാഫ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്ന് പറഞ്ഞത്. ഗാന്ധിജി ആ സുന്ദരിയായ കുട്ടിയെ നോക്കിക്കൊണ്ട് മന്ദസ്മിതം തൂക്കിക്കൊണ്ട് പറഞ്ഞു, ഒരു ഓട്ടോഗ്രാഫാണ് വേണ്ടെങ്കിൽ എനിക്ക് ഒറ്റ വള മതിയെന്ന് ഗാന്ധിജി അന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഒരു ഓട്ടോഗ്രാഫാണ് വേണ്ടെങ്കിൽ എനിക്ക് ഒറ്റ വള മതി എന്നാണ് പറഞ്ഞത്. പിന്നെ കണ്ട കാഴ്ച ഗാന്ധിജിയെ പോലും അമ്പരപ്പിക്കുന്ന രൂപത്തിൽ, ഗാന്ധിജിയെ പോലും വിസ്മയപ്പെടുത്തുന്ന രൂപത്തിലായിരുന്നു. സാക്ഷാൽ കൗമുദി തൻ്റെ കഴുത്തിലുള്ള എല്ലാ ആഭരണങ്ങളും ഒന്നൊന്നായി ഊരി ഗാന്ധിജിയുടെ ഫണ്ടിലേക്ക് കൊടുക്കുന്ന വികാര നിർഭരമായ കാഴ്ചക്കാണ് നമ്മുടെ ഈ വടകര, നിങ്ങൾ ഞാനും ഇരിക്കുന്ന ഈ വടകര അന്ന് സാക്ഷിയായിട്ടുണ്ട്.
ജനുവരി 30-ന് രക്തസാക്ഷി ദിനത്തിൽ നാദാപുരത്ത് 90 ഗാന്ധിയൻ പ്രഭാഷണങ്ങളുടെ പരമ്പര VM സുധീരൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിലായി നവതി ആഘോഷ പരിപാടികൾ നടക്കും. പരിപാടികളുടെ ഭാഗമായി സബർമതിയിലേക്കുള്ള 90-അംഗ സംഘത്തിന്റെ ഗാന്ധി സ്മൃതി യാത്ര, ഹരിജനോദ്ധാരണ മേഖലയിൽ സമഗ്ര സംഭാവന നൽകിവരുന്ന കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ വ്യക്തിക്ക് ഗാന്ധി സ്മൃതി പുരസ്കാരദാനം എന്നിവയും നടക്കും. ന്യൂസ് 18 വടകര. മഞ്ചേശ്വരം മുതൽ കളിയിക്കാവിള വരെ കേരളത്തിന്റെ ഓരോ വാർത്താ സ്പന്ദനവും. ഞാൻ KV ബൈജു. ഓരോ മലയാളിയും റിപ്പോർട്ടർമാരാകുന്ന വാർത്താനുഭവം. വലിപ്പ ചെറുപ്പമില്ലാത്ത സകലമാന വാർത്തകളുടെ അരമണിക്കൂർ. സകലമാന കേരളം. ഈ പരിപാടി